المكتب التعاوني للدعوة والإرشاد وتوعية الجاليات بأبها. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. സ്നേഹമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മനസ്സിനെ ശുദ്ധീകരിക്കാനും പുണ്യങ്ങൾ വാരിക്കൂട്ടാനും അള്ളാഹു നമുക്ക് നൽകിയ മഹത്തായ ഒരനുഗ്രഹത്തിൻ്റെ മാസമാണ് പരിശുദ്ധ റമളാൻ. പാപമോചനത്തിൻ്റെയും ക്ഷമയുടെയും ഖുർആനിൻ്റെയും കഠിന പ്രയത്നത്തിൻ്റെയും അനുസരണയുടെയും ലൈലത്തുൽ ഖദറിൻ്റെയും മാസമാണ് പരിശുദ്ധ റമളാൻ എന്ന് പണ്ഡിതന്മാർ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നോമ്പ് നിർബന്ധമാക്കി തന്നിട്ടുള്ളത്? വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിലെ 183-ാമത്തെ വചനത്തിലൂടെ നമുക്കത് പഠിപ്പിച്ചു തരുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ്സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നാം നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. ലഅല്ലക്കും തത്തഖൂൻ. എന്തിനു വേണ്ടിയാണ് നോമ്പ് നിർബന്ധമാക്കിയത്? നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നതിന് വേണ്ടിയാണ്. പാപങ്ങൾ കൈവടിഞ്ഞ് സൂക്ഷ്മത പുലർത്താനും പരലോക വിജയം നേടാനും വേണ്ടിയാണ്. അതുകൊണ്ടാണ് പിശാചിനെ ബന്ധിക്കപ്പെട്ടതും സ്വർഗ കവാടങ്ങൾ മലർക്കെ തുറക്കപ്പെട്ടതും നരക കവാടങ്ങൾ മുഴുവനും കൊട്ടിയടക്കപ്പെട്ടതും അതിനു വേണ്ടിയാണ്. മാത്രമല്ല സഹോദരങ്ങളെ, ഒരുപാട് ശ്രേഷ്ഠതകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിന് നൽകിയിട്ടുണ്ട്. അള്ളാഹു തആല പ്രത്യേകം പ്രതിഫലം നൽകുന്ന ഒരാരാധനാ കർമ്മമാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു ഹദീസിൽ കാണാൻ സാധിക്കും. കുല്ലു അമലി ബിനി ആദമ ലഹു. മനുഷ്യൻ്റെ എല്ലാ അമലുകളും അവനുള്ളതാണ്, ഇല്ല സുയാം, നോമ്പൊഴികെ. ഫഇന്നഹു ലീ, തീർച്ചയായും അതെനിക്കുള്ളതാണ്. വ അന അജ്സീ ബിഹി, ഞാനാണതിന് പ്രതിഫലം നൽകുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. മറ്റുള്ള ആരാധനാ കർമ്മങ്ങൾക്കില്ലാത്ത പ്രതിഫലം നോമ്പുകാർക്ക് പ്രത്യേകമായി നൽകുമെന്ന് അള്ളാഹു തആല എടുത്തു പറയുകയാണ്. അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചാണ് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മാത്രമല്ല, ജീവിതത്തിൽ കഴിഞ്ഞുപോയ മുഴുവൻ പാപങ്ങൾക്കുമുള്ള പരിഹാരമാണ് പരിശുദ്ധ റമളാൻ മാസത്തിലെ നോമ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഈമാനുള്ളവരായിക്കൊണ്ട് നോമ്പനുഷ്ഠിക്കുകയാണ് എങ്കിൽ അവൻ്റെ മുൻകഴിഞ്ഞു പോയ മുഴുവൻ പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് വേണ്ടി പുറത്തു കൊടുക്കുന്നതാണ്. ഈ മാസത്തിൻ്റെ പ്രത്യേകത എന്നോളം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാനവരാശിക്ക് വഴികാട്ടിയായി പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ് പരിശുദ്ധ റമളാൻ എന്ന് അള്ളാഹു തആല പരിചയപ്പെടുത്തി തരികയാണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്നതായിട്ട് സൂറത്തുൽ ബഖറയിലെ 185-ാമത്തെ വചനത്തിലൂടെ കാണാൻ സാധിക്കും. ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. മാനവരാശിക്ക് മാർഗദർശനമായും അതുപോലെ തന്നെ വഴികാട്ടിയായും സത്യാസത്യം വേർതിരിക്കുന്ന സുവ്യക്തമായ തെളിവുകളുമായി കൊണ്ട് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാകുന്നു പരിശുദ്ധ റമളാൻ എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് ഫമിൻ ഷഹിദ മിൻകുമുശ് ശഹ്റ, ആരെങ്കിലും ഈ മാസത്തിൽ ഹാജറുണ്ടെങ്കിൽ ഫല്യസുമു, അവൻ നോമ്പനുഷ്ഠിക്കട്ടെ എന്ന് അള്ളാഹു തആല പരിചയപ്പെടുത്തി തരികയാണ്. റമളാൻ മാസത്തിൽ ഇറങ്ങിയതാണ് ഖുർആൻ എന്നുള്ളത് കൊണ്ട് ധാരാളമായിക്കൊണ്ട് ഖുർആനുമായിട്ടുള്ളൊരു ബന്ധം പരിശുദ്ധ റമളാൻ മാസത്തിൽ നാം പുലർത്തേണ്ടതുണ്ട്. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ദിവസത്തെ നോമ്പ് നമുക്ക് സമ്മാനിക്കുന്നത്
നരകത്തിൽ നിന്നുള്ള കത്തിയാളുന്ന നരകാഗ്നിയിൽ നിന്നുള്ള മോചനവും അതുപോലെ തന്നെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനവുമാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നൊരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ദിവസത്തെ നോമ്പ് ആരെങ്കിലും അനുഷ്ഠിച്ചാൽ ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി, നരകത്തിൽ നിന്ന് അല്ലാഹു തആല അവൻ്റെ മുഖത്തെ അകറ്റപ്പെടുമത്രേ 70 ഖരീഫ, 70 വർഷത്തെ വഴിദൂരം എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, കഴിവിൻ്റെ പരമാവധി ആത്മാർത്ഥമായിക്കൊണ്ട് ഈ നോമ്പ്, ഈ പരിശുദ്ധ റമദാനിനെ നാം വരവേൽക്കേണ്ടതുണ്ട്. മാത്രമല്ല പരലോകത്ത് പ്രത്യേകമായ പരിഗണന അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പുകാർക്ക് നൽകുന്നുണ്ട്. നോക്ക് നിങ്ങൾ, ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇന്ന ഫിൽ ജന്നത്തി ബാബൻ യുഖാലു ലഹു റയ്യാൻ, അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ റയ്യാൻ എന്ന് പറയുന്നൊരു കവാടമുണ്ട്. യദ്ഖുലു മിൻഹു സ്വായിമൂന യൗമൽ ഖിയാമ, ഖിയാമത്തു നാളിൽ നോമ്പുകാർ മാത്രം അതിൽ പ്രവേശിക്കുമെന്നാണ്. ലാ യദ്ഖുലു മിൻഹു അഹദുൻ ഗൈറുഹു, അതല്ലാത്ത ഒരാളും തന്നെ അതിൽ പ്രവേശിക്കുകയില്ല. അവിടുന്ന് പറയപ്പെടുമത്രേ, യുഖാലു ഐന സ്വായിമൂൻ, എവിടെയാണ് നോമ്പുകാർ എന്നവിടുന്ന് വിളിച്ചു പറയപ്പെടും. ആ സമയത്ത് ഫയഖൂമൂൻ, നോമ്പുകാർ മുഴുവനും നിൽക്കും. ലാ യദ്ഖുലു മിൻഹു അഹദുൻ ഗൈറുഹും, അവരല്ലാത്തവരാരും അതിൽ പ്രവേശിക്കുകയില്ല. ഫഇദാ ദഖലു ഉഗ്ലിക, അവരാ കവാടത്തിൽ അവർ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ കവാടമങ്ങ് അടക്കപ്പെടുമെന്നാണ്. ഫലം യദ്ഖുൽ മിൻഹു അഹദുൻ, അതിനുശേഷം ഒരാളും തന്നെ അതിൽ പ്രവേശിക്കുകയില്ല എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. മാത്രമല്ല സഹോദരങ്ങളെ, 1000 മാസത്തേക്കാൾ പുണ്യമുള്ള ലൈലത്തുൽ ഖദ്ർ എന്ന സുന്ദരമായ രാവുള്ള ഒരു മാസമാണ് പരിശുദ്ധ റമദാൻ മാസം. അതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ ഈത്തിക്കാഫിരിക്കും, എല്ലാവിധ തയ്യാറെടുപ്പോടും കൂടി. മഹാനായ സ്വഹാബത്ത് നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ അശ്റു, അവസാനത്തെ 10 കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു അഹ്യൽ ലൈൽ, രാത്രിയെ ജീവിപ്പിക്കും, വഅയ്ഖള അഹ്ലഹു, കുടുംബത്തെ വിളിച്ചുണർത്തുകയും, വജദ്ദ വശദ്ദൽ മിഅ്സർ, അദ്ദേഹത്തിൻ്റെ ഉടുമുണ്ടെന്ന് മുറുക്കിയെടുക്കുകയും, എല്ലാ നിലക്കുമുള്ള സജ്ജമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് തയ്യാറെടുക്കാറുള്ളത് എന്ന് സ്വഹാബി വര്യന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് വീണ് കിട്ടിയ അവസരങ്ങളെ കഴിവിൻ്റെ പരമാവധി നാം ഉപയോഗപ്പെടുത്തുക. പരിപൂർണമായി തെറ്റുകളിൽ നിന്ന് നാം മാറി നിൽക്കുക. പരിശുദ്ധ റമദാൻ അതിനുള്ള മഹത്തായ നമുക്കുള്ളൊരു അവസരമാണത്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി വൽ ജഹ്ല ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വശറാബഹു. ഒരാൾ മോശമായ വാക്കും പ്രവൃത്തിയും ഒരാൾ ഒഴിവാക്കുന്നില്ല എങ്കിൽ, പരിശുദ്ധ റമദാനായിട്ടും ഇങ്ങനെയുള്ള വാക്കുകൾ ഒരാൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ, അന്നപാനീയങ്ങൾ ഒഴിവാക്കി എന്നുള്ളതിൻ്റെ മേലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നിങ്ങളുടെ നോമ്പ് യാതൊരു ആവശ്യവുമില്ല എന്ന് ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, കഴിവിൻ്റെ പരമാവധി തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് ധാരാളം പുണ്യങ്ങൾ വാരിക്കൂട്ടി ധാരാളം സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. الجاليات بآيات الكتاب البينات بها كم أبصروا سبل النجاة فضجوا بالشهادة ناطقين